ഓം ഹംസാഭ്യാം പരിവിത്രഭദ്രകമലേ ദിവ്യേ ജഗത്കാരണം വിശ്വോത്കീർണമനേകദേഹനിലയം സ്വച്ഛന്തമാനന്ദകം ആദ്യന്തൈകമഖണ്ഡചിദ്ഘനരസം പൂർണ്ണം ഹനന്തം ശുഭം പ്രത്യക്ഷാക്ഷരവിഗ്രഹം ഗുരുപദം ധ്യായേദിഭും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അവതാരവരിഷ്ഠന്തം സർവാനുഗ്രഹദായിനം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ സർവമംഗളസിദ്ധയേ. ഓം വിശ്വം വ്യാപിനമാദിദേവോമലം നിത്യം പരം നിഷ്കളം നിധ്യോദ്ബുദ്ധ സഹസ്രപത്രകമലേ രുദ്രാക്ഷരേ മണ്ഡപേ നിത്യാനന്ദമയം സുഖൈകനിലയം സത്യം ശിവം സപ്രഭം ധ്യായേത് ഹംസപദം പരാത്പരതരം സ്വച്ഛന്ദ സർവാഗമം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം SNDP യോഗം കോട്ടയം യൂണിയനിലെ ഇപ്പോൾ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം എന്ന് പുനർനാമകരണം ചെയ്ത് ഇന്ന് 15ാം ബാച്ചിന് തുടക്കം കുറിക്കുവാനായിട്ട് അധ്യക്ഷപദം അലങ്കരിച്ച് വേദി വിട്ടുമടങ്ങിയ പ്രിയപ്പെട്ട ജോയിൻ കൺവീനർ ശശികുമാർ സാറ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്ത യൂണിയൻ്റെ കൺവീനർ ഏറെ ബഹുമാനപ്പെട്ട സുരേഷ് പരമേശ്വരൻ സാർ, ഈ പഠന കേന്ദ്രത്തിൻ്റെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട സജീഷ് മണലേൽ, പഠന കേന്ദ്രത്തിൻ്റെ കൗൺസിൽ അംഗങ്ങളായിട്ടുള്ള സുമോദ്, ശ്രീദേവ്, ബിനു മോഹൻ, അതോടൊപ്പം തന്നെ 9ാം ബാച്ചിലെ പഠിതാവും ഇപ്പോൾ പഠന കേന്ദ്രത്തിൻ്റെ ജോയിന്റ് കൺവീനറും കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രീജേഷ്, വനിതാ സംഘത്തിൻ്റെ സെക്രട്ടറി സുഷമ മോനപ്പനോട് വന്ന് മടങ്ങി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന 14ാം ബാച്ചിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് ഇവിടെ വന്നിരിക്കുന്ന ഏതാണ്ട് 140 മുകളിൽ കുട്ടികൾ ഇവിടെ പഠിതാക്കളായിട്ട് രജിസ്റ്റർ ചെയ്തു എന്നാണ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മേഖലയുടെ 10 മേഖലകളായി തിരിച്ച് യൂണിയനെ സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള മേഖലകളുടെ ഭാരവാഹികൾ, അതുപോലെ നാഗമ്പടം ക്ഷേത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും താമസിക്കുന്ന ഭക്തജനങ്ങളായിട്ടുള്ള ഭാസ്കരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ന് ഇവിടെ സൈബർ സേനയുടെ പ്രിയപ്പെട്ട ദീപ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ ശ്രീനാരായണ ഭക്തരെ, എനിക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, രാജീവ് ഉൾപ്പെടെ സൂചിപ്പിച്ചു, ഇതൊരു 3ാം ഘട്ടമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന കർമ്മകാണ്ഡത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ശ്രദ്ധേയമായ ആ പദ്ധതിയിലേക്ക് വരുവാൻ അരുവിപ്പുറത്തെത്തി ഭഗവാനെ പ്രതിഷ്ഠിച്ച് അവിടെ കുളിസംഘവും ക്ഷേത്രയോഗവും വാവൂട്ടി യോഗവും ഒക്കെ സ്ഥാപിച്ചതായിട്ട് നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഒരു പരിവർത്തനമാണ് നമ്മൾ ഇന്ന് കാണുന്ന അരുവിപ്പുറം യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ ഒരു 3 ഘട്ടം കഴിഞ്ഞിട്ടാണ് അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെ ഗുരുദേവൻ ഉറപ്പിച്ചത്. ആ ഒരു താരതമ്യം ഇവിടെയും വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. 3ാമതൊരു ഘട്ടം
ഏറ്റവും വിപുലമായി പ്രവർത്തിക്കുന്ന തരത്തിൽ പരിവർത്തനങ്ങളിലൂടെ നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം എന്ന രീതിയിൽ നമ്മുടെ നാമകരണം ചെയ്തുകൊണ്ട് ഏറെ സവിശേഷമായിട്ടുള്ള ഗുരുഭക്തരായിട്ടുള്ള ശശികുമാർ സാറും സുരേഷ് പരമേശ്വരൻ സാറും പഠന കേന്ദ്രത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് ഏറെ മാറ്റങ്ങൾ പഠന കേന്ദ്രത്തിന് വന്നിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 9ാമത് ബാച്ച് മുതലാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ചുമതല എന്നിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അതിന്റെ കോർഡിനേറ്റർ ആയിരുന്നു. പക്ഷെ 8ാമത് ബാച്ച് കഴിഞ്ഞപ്പോൾ ശൂന്യമായ ഒരു ഹാള് മാത്രമായിരുന്നു കോട്ടയം യൂണിയന് അവശേഷിച്ചത്. 9ാമത് ബാച്ച് തുടങ്ങുമ്പോൾ AG തങ്കപ്പൻ എന്ന ആ മഹാനായ വ്യക്തി പറഞ്ഞത് ഇവിടെ ഒരു പഠന കേന്ദ്രം ഉണ്ടാവണം, അതിനായി പ്രസാദ് ചുമതല ഏൽക്കണം എന്ന് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഏത് രീതിയിൽ തുടങ്ങണമെന്നറിയാതെ നിന്ന സമയത്ത് പല ഉപദേശങ്ങളും സ്വാമിമാരുടെ ഉപദേശങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി, സമയബന്ധിതമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ടാക്കി, ആ സിലബസിൽ വേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പഠിതാവിനോട് പെരുമാറേണ്ടത് എന്നുള്ളത് കൗൺസിലിംഗ് ക്ലാസുകളിലൂടെയൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കി, ഇതുപോലെ SNDP യോഗം പോലെ തന്നെ വിപുലമായ പ്രാർത്ഥനാ സങ്കേതങ്ങളുള്ള പുട്ടപ്പുറത്തിയിലും ശാന്തിഗിരിയിലുമൊക്കെ അവരുടെ ആരാധനാ സമ്പ്രദായത്തെ കണ്ടുപഠിക്കുവാനും മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കി. അതിന്റെ ഫലമായിട്ടാണ് അല്പമെങ്കിലും ഈ കോട്ടയം യൂണിയന്റെ പ്രവർത്തനത്തിന് വേണ്ടി, പഠന കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എനിക്കൊരു അനുഭവ പരിചയമുണ്ടായത്. അത് ഗുരു തന്ന ഒരു പ്രസാദമായി കണ്ടുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് എപ്പോ വേണമെങ്കിലും കൈവിട്ടു പോകാവുന്ന സ്ഥിതിയിൽ പഠനകേന്ദ്രം വന്നപ്പോഴും ചേർത്ത് പിടിക്കുവാൻ ഗുരു എന്നെ സഹായിച്ചത് ഈ അച്ചടക്കം തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്, പട്ടാള ചിട്ടയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിട്ടയില്ലാത്ത ജീവിതം അതൊരു പട്ടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ നൂല് പൊട്ടിയ പട്ടം പോലെ തന്നെയാണ്. അപ്പോൾ ഒരു അച്ചടക്കം നമുക്കുണ്ടാവണം. പ്രധാനമായും നമ്മുടെ ഇടയിലുള്ള ഒരു രീതി 10 മണിക്ക് പൊതുയോഗം വെച്ചാൽ 10 തുടങ്ങിയല്ല 11 ആവും എന്ന് നമ്മളൊന്നും കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മളൊരു 11 ആകുമ്പോഴോ അല്ലെ 11 കഴിയുമ്പോഴോ ഒക്കെ ആയിരിക്കും ചെല്ലുക. അപ്പൊ അവിടെ പൊതുയോഗത്തിൽ സംസാരിക്കേണ്ടവർക്ക് അത് പരിമിതപ്പെടുത്തേണ്ടി വരും, ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ആവശ്യമായ സമയമെടുത്ത് ചർച്ച ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോ പൊതുയോഗം ഒരു മെക്കാനിക്കൽ പൊതുയോഗമായി അങ്ങ് പോകും. കാര്യമാത്ര പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. അപ്പോ സമയം നമുക്ക് കൃത്യമാക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കാണും. രാവിലെ 8:30 നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങി. അവിടെ രജിസ്ട്രേഷൻ നടന്നാലും നടന്നില്ലേലും തീർന്നാലും തീർന്നില്ലേലും 9 മണിക്ക് നമ്മൾ തിരിതെളിച്ചു. തുടർന്ന് ഇപ്പോ ഇതുവരെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യം 12:30 എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യോഗം അവസാനിപ്പിക്കും. കൃത്യം 12:30 കഴിഞ്ഞ് 12:35 നിങ്ങൾക്ക് വണ്ടിയുടെ വരാൻ വിളിച്ചു പറയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്. 1:30 നമ്മുടെ ക്ലാസ് തുടങ്ങും, 4:30 അവസാനിക്കും. അത് യൂണിയന്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രത്യേകമായ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ അവധി ഉണ്ടാവുകയുള്ളൂ. 2ാമത്തെയും 4ാമത്തെയും ഞായറാഴ്ചകളിൽ 1:30 മുതൽ 4:30 വരെയാണ് നമ്മുടെ ക്ലാസിന്റെ സമയം. ക്ലാസ് നടക്കുന്നത് യൂണിയന്റെ 3ാമത്തെ നിലയിലുള്ള ഹാളിലാണ്. 3ാമത്തെ നില വരെ പലരും എന്നോട് ചോദിച്ചു, ഇതിനെന്നെ അടിസ്ഥാന യോഗ്യത വല്ലതും വേണമെന്ന് ചോദിച്ചു ക്ലാസ്സിൽ വരുന്നതിന്. ഞാൻ പറയും, 3ാമത്തെ നിലയിൽ വന്നു കയറുന്നതിനുള്ള മുട്ടിന് നല്ല ബലം ഉണ്ടായിരിക്കണം. ഇതാണ് അടിസ്ഥാന യോഗ്യത. 3ാമത്തെ നില വരെ വരണം. ലിഫ്റ്റ് സൗകര്യം എപ്പോഴും പ്രവർത്തിക്കുന്നില്ല. വർക്കിംഗ് ഡേയ്സ് മാത്രമേ ലിഫ്റ്റ് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് 3ാമത്തെ നിലയിൽ വരണം. 1:30 ആകുമ്പം വരണം, 4:30 ആകുമ്പം അതേ ഇതിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോ നമ്മൾ അവിടെ നടത്തുന്ന ക്ലാസ് 1:30 തുടങ്ങും. 1:30 മുതൽ അരമണിക്കൂർ കൃതി പഠനമാണ്. 2 മണി മുതലായിരിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വിഷയം പഠിപ്പിക്കുക. 3 മണിക്ക് ഒരു ഇന്റർവെൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ 4:30 വരെ ക്ലാസ്. 10 മിനിറ്റ് ഇന്റർവെൽ. ബാത്റൂം സൗകര്യവും അവിടെയുണ്ട്, വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്.
വെള്ളം മാത്രമേ ഉണ്ടാവൂ. 4:30 വായിക്കോട്ടെ വിട്ടിട്ട് കടുങ്കാപ്പി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാൻ പാടില്ല. അതവിടെ ഇല്ല. നല്ല പച്ചവെള്ളം ജാറിനകത്ത് നമ്മൾ വെച്ചിരിക്കും. നിങ്ങൾക്ക് ആവശ്യം പോലെ കുടിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക ഇപ്പൊ തന്നെ. അടുത്ത ഞായറാഴ്ച 10-ാം തീയതി ക്ലാസ് ഉണ്ട്. 2ാമത്തെ ഞായറാഴ്ചയാണ് അടുത്ത ഞായറാഴ്ച. അപ്പൊ 10-ാം തീയതി ഉച്ചയ്ക്ക് 1:30 നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അവിടുത്തെ നടപടിക്രമങ്ങളും കാണാം. അന്ന് ഒരു രജിസ്ട്രേഷൻ കാണും കേട്ടോ. ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പഠന കേന്ദ്രത്തിന്റെ ക്രമങ്ങളെ, ചിട്ടകളെ ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ 12:30 പോകാം എന്ന മനസ്സിനെ ഒന്ന് മനസ്സിലാക്കി ആശ്വാസത്തോടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. നിങ്ങൾ ആരും ഇരുന്ന സീറ്റുകളിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് വലിയ സന്തോഷമാണ് കേട്ടോ. 12:30 കഴിയുമ്പോൾ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളിവിടെ കവികുമാര മന്ദിരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെറിയ ഒരു ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾക്ക് കഴിച്ചു പോകാം. കാരണം രാവിലെ വന്നവരാണല്ലേ, അപ്പൊ നിങ്ങൾക്ക് വിശപ്പുണ്ടാവും, അത് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് ലഘുഭക്ഷണം കരുതിയിട്ടുണ്ട്. ആ ലഘുഭക്ഷണം എന്നത് കൃഷ്ണകുമാറല്ലേ അത്? കൃഷ്ണകുമാർ അതിനൊരു മറുപടി പറഞ്ഞാൽ മതി. ഞാനൊരു ചോദ്യം ചോദിക്കാം, കൗതുകകരമായി ചോദിച്ചു. ആരെയും നമ്മൾ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നുമല്ല. ഏറ്റവും ഹിംസയില്ലാത്ത ആഹാരം വേറെ ആരും പറയരുത് എന്ന് പറഞ്ഞു നോക്കിക്കേ. കൃഷ്ണകുമാർ പറയാൻ പറ്റുമെന്ന് നോക്കിയേ. ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഹിംസയില്ലാത്ത ആഹാരം എന്തോ? കേട്ടയ്ക്കാപ്പോ? ആ കുഴപ്പമില്ല, ചിരിക്കണ്ട. ഇതിനു മുമ്പ് നിങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ കൃഷ്ണകുമാറിനോട് ചോദിച്ചത് എനിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് അനൗൺസ്മെന്റ് തുടങ്ങിയ അന്ന് മുതൽ എന്നെ വിളിക്കും, സാറേ എന്റെ പേര് എഴുതണം, ഞാനുണ്ട് എന്നെ മലയാള മനോരമയിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാത്സല്യം നമ്മൾ സുഹൃത്ത് ബന്ധവും തമ്മിൽ ഉള്ള ബന്ധം കൊണ്ട് ചോദിച്ചതാണ്. ഏറ്റവും ഹിംസയില്ലാത്ത ആഹാരം എന്ന് ഗുരു നമ്മളോട് പറഞ്ഞത് മരച്ചീനിയെ കുറിച്ചാണ്, കപ്പ. അപ്പൊ 12:30 ആകുമ്പം ഏറ്റവും ഹിംസയില്ലാത്ത ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഊണാന്ന് കരുതി ടെൻഷൻ അടിക്കണ്ട. കപ്പയും മുളക് ചമ്മന്തിയും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. തൈരൊക്കെ ഇട്ട് ഭംഗിയായിട്ട് കഴിച്ച്, വളരെ നല്ലതാണ് കപ്പ. കപ്പ കഴിച്ചിട്ട് പോയാൽ നാളെ രാവിലെ ഊര അറിയാം. അപ്പൊ വയറിന് ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ല ആഹാരവുമാണ്. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വേണ്ടി കരുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സിലബസില് ചില മാറ്റങ്ങൾ ഇവിടെ വരുത്തിയതായിട്ട് സാർ ഇവിടെ സൂചിപ്പിച്ചു. അത് ഇപ്പോ കഴിഞ്ഞ ജനുവരി മാസത്തിലൂടെ അറിവിന്റെ ആദ്യ പാഠങ്ങൾ, കുട്ടികളുടെ നാരായണ ഗുരു എന്ന 2 പുസ്തകങ്ങൾ ഗുരുകുലം പ്രസിദ്ധീകരിച്ചതാണ്. അത് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സിലബസ് പ്രാവശ്യം ഉണ്ടാവും. സംഘടന നമ്മുടെ ക്ലാസ്സിൽ ഉള്ളതാണ്. സംഘടനയിൽ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, സംഘടനയിൽ അച്ചടക്കത്തോടെ നമ്മൾ എങ്ങനെ സേവനം ചെയ്യണം എന്നുള്ളത് നമ്മൾ സിലബസിലുള്ളതാണ്. അത് കുറച്ചുകൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് സുരേഷ് പരമേശ്വരൻ സാറായിരിക്കും ആ ക്ലാസ് നമുക്ക് എടുക്കുക. ഇടവേളകളിൽ ശശികുമാർ സാറും ക്ലാസ്സുകൾ എടുക്കും. സ്വാമിജിമാര് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി, അതുപോലെ വിശ്വകാജി മഠത്തിലെ സ്വാമിജികളുണ്ട്, അതുപോലെ മറ്റു സ്വാമിജിമാരും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, PT മന്മഥനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, മാതാജി വരുന്നുണ്ട്. ഇങ്ങനെ വിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ഒരു ശൃംഖല നമ്മുടെ പിന്നിലുണ്ട്. ക്രമേണ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോ അച്ചടക്കത്തോടുകൂടി ക്ലാസ്സിൽ വരിക എന്ന് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോ നിങ്ങൾ പൈസ അടച്ച് ചേരാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴും നിങ്ങൾക്ക് പൈസ അടയ്ക്കാം. അപ്പൊ നടപടി പൂർത്തിയാക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ അത് പൂർണ്ണമാക്കണം. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. കാരണം നിങ്ങൾക്ക് ബ്രോഷർ, ഇതിന്റെ ലഘുലേഖകൾ നിങ്ങൾക്ക് തരേണ്ടതുണ്ട്.
ക്ലാസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരേണ്ടതുണ്ട്. അത് എത്ര പേർക്ക് വേണം എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മൾ പ്രിന്റ് എടുക്കുക. ലേസർ പ്രിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായും പണം അടച്ച് തീർന്നവർക്ക് മാത്രമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് കണക്ക് യൂണിയനിൽ കൊടുത്ത് എത്ര പേരെന്ന് പറഞ്ഞിട്ട് യൂണിയനിൽ നിന്നുള്ള പ്രിന്റ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എത്ര പേര് പൈസ അടച്ചു എന്നുള്ളത് കണക്ക് നോക്കിയിട്ട് 10-ാം തീയതി പറ്റുമെങ്കിൽ നിങ്ങൾ അടച്ച പണത്തിന്റെ റെസീപ്റ്റും ഈ ബ്രോഷറും നിങ്ങൾക്ക് തരാനായിട്ട് പരമാവധി ശ്രമിക്കും. അപ്പോ പൈസ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നാലും മതിയാവും. പാർട്ട് പേയ്മെന്റ് ഇല്ല. 1000 രൂപ എന്നുള്ളത് ഒന്നിച്ചടയ്ക്കണം. എന്നോട് ചോദിച്ചു, പലരും വന്ന് ചോദിച്ചു 500 രൂപ അടച്ച് പിന്നെ ഞങ്ങൾ തന്നാ പോരേന്ന് ചോദിച്ചു. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ ഇല്ല. ഇൻസ്റ്റാൾമെന്റ് ഇല്ല. ഒന്നായിട്ട് കോഴ്സ് ഫീസ് അടയ്ക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച തരാൻ പറ്റുന്ന രീതിയിൽ മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കോണം. 1000 രൂപ അടയ്ക്കണം. അത് യൂണിയന്റെ ഫണ്ടിലേക്ക് നമ്മൾ അടയ്ക്കുകയും ക്രമേണ നമ്മുടെ മുമ്പോട്ടുള്ള ക്ലാസുകൾക്ക് അത് തുക വിനിയോഗിക്കുകയും ചെയ്യും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, നമ്മുടെ ക്ലാസിന്റെ രീതി അനുസരിച്ച് നമുക്കൊരു വേഷവിധാനമുണ്ട്. പുരുഷന്മാര് വെള്ള ഷർട്ടും വെള്ളമുണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്ത്രീകള് വലിയ പട്ടുപോലെയുള്ള സാരികളോ ഒക്കെ ഉപേക്ഷിച്ചിട്ട് സാധാരണ ഈ നേരിയതിലേക്കോ അല്ലെങ്കിൽ സെറ്റ് സാരിയിലേക്കൊക്കെ വരികയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്വഭാവം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലൂടെ പ്രതിഫലിക്കും. ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ചാല് ചുവന്ന തുണി ഈ കാളയുടെ മുന്നിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് കാളങ്ങനെ ബഹളം ഉണ്ടാക്കിയില്ലേ? കളറിന് പ്രത്യേകത ഉണ്ട്. അപ്പൊ നമ്മളൊരു റിപ്പൾഷൻ, നമ്മൾ അട്രാക്ഷനാണ് വേണ്ടത്. റിപ്പൾഷൻ ഉണ്ടാവാത്ത തരത്തിൽ നമ്മുടെ വേഷവിധാനത്തെ ക്രമപ്പെടുത്തണം. മാത്രമല്ല, നമ്മൾ ഇതിന് യോജിച്ച വേഷം ധരിക്കുമ്പോ നമ്മൾ പഠിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നമുക്ക് വഴങ്ങി വരും. ഒരു ഡ്രൈവർ, ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറൊക്കെ നിങ്ങൾക്കറിയാം, അവർ ആ സീറ്റിൽ ഫുൾ സീറ്റിൽ ഇരിക്കും, ഇരുന്നിട്ട് വണ്ടി ഓടിക്കും അല്ലേ? പ്രൈവറ്റ് ബസ്സിൽ ഇപ്പൊ എറണാകുളത്തിനൊക്കെ പോകുന്ന ബസ്സിലെ ഡ്രൈവേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ സീറ്റ് മുഴുവൻ വേണ്ട, ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ചിലപ്പോൾ കളറുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. നമുക്ക് ഭയങ്കര പേടി തോന്നും. അപ്പോ ഭയപ്പെടുത്താതെ വണ്ടി ഓടിക്കുന്നവരാണ് ഡ്രൈവർ. യാത്രക്കാർക്ക് ഭയമൊന്നും തോന്നാതെ വണ്ടി ഓടിക്കുന്ന തരത്തിൽ നമ്മൾ യൂണിഫോം ഒക്കെ ധരിക്കുമ്പോൾ നമ്മൾ അതുമായി പാകപ്പെടും. അപ്പൊ നിങ്ങൾ ഒരു പോലീസുകാരൻ വേഷമിട്ട് നിൽക്കുമ്പോൾ ഒരു സ്വഭാവമായിരിക്കും അല്ലേ? സാധാരണ സിവിൽ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ ഒരു സ്വഭാവമായിരിക്കും. നമുക്കൊക്കെ നേരിട്ട് കണ്ടറിയാവുന്ന, മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോ വേഷവിധാനം നിങ്ങളെ സ്വാധീനിക്കും. പുരുഷന്മാര്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് കൂടുതലായിട്ട് വകണം വരുന്നതാണ് നല്ലത്, കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ കട്ടിങ് നമുക്ക് വേണം. നിങ്ങളത് വെച്ചിട്ട് എന്നെ നോക്കണ്ട. ശരിയായിട്ടുള്ള ഹെയർ കട്ടിങ് നമുക്കൊരു മാതൃകയുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് യോജിച്ച രീതിയിലുള്ള ഹെയർ കട്ടിങ്, പെരുമാറ്റം ഒക്കെ നമുക്കുണ്ടാവണം. സ്ത്രീകളാണ് ഒരുപാട് ആഭരണമൊക്കെ ധരിച്ചു വരിക, അതൊന്നും നമുക്ക് വേണ്ട. സിമ്പിൾ ആയിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ധർമ്മമാണ്. അങ്ങോട്ടുള്ള പടികളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വരുത്തിയേ മതിയാവും. ഒരു ശിവഗിരി തീർത്ഥാടനം അനുമതി കൊടുത്ത ഇടമാണ് ഇവിടെ നാഗമ്പടം. വിദ്യാഭ്യാസം പ്രാഥമികമായി ഗുരു പറഞ്ഞു. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ശുചിത്വവും ഈശ്വരഭക്തിയും സംഘടനയും കൃഷിയും കച്ചവടവും അല്ലെ കൈത്തൊഴിലും ഒക്കെ പിന്നീട് വന്നതാണ്. 8ാമതാണ് ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനത്തെ കുറിച്ച് ഗുരു പറയുന്നത്. പ്രഥമമായി പറഞ്ഞത് വിദ്യാഭ്യാസമാണ്. എന്താണ് വിദ്യാഭ്യാസത്തെ ഒരു തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോ അവിടെ വിദ്യാഭ്യാസത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ കാര്യം എന്താ? ഈശ്വരഭക്തി കൊണ്ട് വരാൻ. വിദ്യാഭ്യാസം എന്നത് സംസ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് വായനയിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ എന്നാ പറ്റി? നമ്മളെ സംസ്കരിക്കും. ഇപ്പൊ സ്വർണം നിങ്ങളെല്ലാവരും ധരിച്ചിട്ട്, സ്വർണമായിട്ടല്ലല്ലോ കുഴിച്ചെടുക്കുന്നത്. അത് കുഴിച്ചെടുത്തിട്ട് അതിനെ ശുദ്ധീകരിക്കും, സംസ്കരിച്ച് അതിനെ സ്വർണമാക്കി മാറ്റി സ്വർണത്തിന് രൂപം കൊടുത്ത് കമ്മലും വളയും മാലയൊക്കെ ആയിട്ട് നമ്മൾ ധരിക്കുമ്പോൾ അത് മനോഹരമാണ്. അപ്പൊ
അപ്പൊ നമ്മളെ സംസ്കരിക്കുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ ഗുരുദേവൻ ഉദ്ദേശിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ സംസ്കരിച്ച് അവന് ബുദ്ധി കൊടുക്കുമ്പോ, അവന് അറിവ് കൊടുക്കുമ്പോ, അവന്റെ തലച്ചോറിലേക്ക് നല്ല ജ്ഞാനത്തെ കൊടുക്കുമ്പോ അവൻ പെരുമാറാൻ പഠിക്കും. അപ്പോ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ശുചിത്വ ബോധമുണ്ടാവും. ശുചിത്വം, ഞാൻ എങ്ങനെയാണ് പോവേണ്ടത്, ഞാൻ ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ, ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വേണം പോകാൻ, ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പോവേണ്ടത്, തൊട്ടടുത്ത സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഏത് വേഷം ധരിക്കണം, ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഏത് വേഷം ധരിക്കണം, ഞാൻ എങ്ങനെയാണ് പോവേണ്ടത്, ഇല്ലെങ്കിൽ അത് നമുക്ക് ക്ഷീണമല്ലേ എന്നുള്ള തരത്തിൽ ബോധം ഉണ്ടാവണമെങ്കിൽ ആദ്യം വിദ്യാഭ്യാസം ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ശുചിത്വ ബോധം ഉണ്ടാവും. ശുചിത്വവും കൂടെ ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഈശ്വരഭക്തി, യഥാർത്ഥ ഈശ്വരഭക്തിയിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റൂ. അപ്പോ പ്രായോഗികമായ നല്ല ചിന്തകൾ ഉണ്ടാവുമ്പോഴാണ് ഈശ്വരഭക്തി എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടതെന്ന ബോധ്യം നമുക്കുണ്ടാവുന്നത്. അറിവിലും ഏറി അറിയണമെന്ന് ഗുരു ആത്മോപദേശത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഏറിയുള്ള അറിവിലേക്ക് നമുക്കൊരു യോഗ്യത കിട്ടുകയാണ്. ആ യോഗ്യത നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഈശ്വരഭക്തി എന്നത് യഥാർത്ഥമായത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഓരോരുത്തർ നമ്മളോട് പറയും, അത് എന്റെ പുറയൊക്കെ പോയി നമ്മൾ ഓരോ ആരാധന നടത്തുന്നു, ഇതൊന്നും വേണ്ട, നോമ്പെടുത്തും പോകേണ്ട, ഒന്നും വേണ്ട, ചേർത്തല അപ്പുറത്ത് എന്ന കടലാസ് തിന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി കടലാസ് തിന്നു. അല്ലെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ചേർത്തല അപ്പുറത്ത് ഹൈവേയിൽ റോഡ് സൈഡിൽ ഉണ്ട്. നാഗമ്പടത്ത് ആരാധന കേന്ദ്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നാഗമ്പട ഓവർബ്രിഡ്ജിന്റെ അവിടം വരെ നമ്മൾ വരികയുള്ളൂ. ആ പാലം കയറി ഇവിടെ വരികയല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാവുമ്പോൾ ശുചിത്വബോധം ഉണ്ടായി യഥാർത്ഥ ഈശ്വരഭക്തിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിന് ആദ്യം തന്നെ ഇവന്റെ ബോധത്തെ തെളിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗുരു വിദ്യാഭ്യാസം ആദ്യമായി പറഞ്ഞത്. ഇത് മൂന്നുമുണ്ടെങ്കിൽ മാത്രമാണ്, വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ സംഘടനയിലേക്ക് അവൻ വരാവൂ. സംഘടനയിൽ പ്രവർത്തിക്കണമെങ്കിൽ, സംഘടനയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കണമെങ്കിൽ പ്രാഥമികമായി ഈ 3 കോഴ്സുകളും പൂർത്തിയാക്കണം. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി. ഈശ്വരഭക്തി ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ സംഘടനയിൽ പ്രവർത്തിക്കാൻ പറ്റും? പ്രത്യേകിച്ച് SNDP യോഗത്തിൽ ഇരുന്നുകൊണ്ട് വിപ്ലവം പറഞ്ഞാൽ എങ്ങനെ ആ സംഘടനയെ നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ, ആളുകൾക്ക് ക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. ആ പ്രവർത്തകനെ ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ, ഒന്ന് പോളിഷ് ചെയ്യണമെങ്കിൽ ഈ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയുടെ ഒരു ട്രെയിനിങ് വേണം. എങ്കിൽ മാത്രമേ സംഘടനയിൽ ശോഭിക്കാൻ കഴിയൂ. അങ്ങനെയുള്ളവർ മാത്രമേ അവിടെ ശോഭിക്കുകയുള്ളൂ. പലരും പറയും, ഞാൻ സഹകാര സെക്രട്ടറി, എനിക്ക് വേറെ പണി ഉള്ളതാ, എനിക്ക് ജോലിക്ക് പോകണ്ടേ, എന്റെ വീട് കുടുംബം കഴിയണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഗുരുനിന്ദയുടെ ധ്വനിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. 3 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയായി, കാര്യദർശിയായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പൊതുയോഗത്തിൽ പറഞ്ഞ് സത്യപ്രതിജ്ഞ എടുത്ത് ഗുരുവിനോട് വാക്ക് പറഞ്ഞിട്ടേക്കുന്നതാണ് 3 വർഷക്കാലത്തേക്ക് ഭരണസമിതി. പിന്നെ പറയുകയാണ്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് കുടുംബം കഴിയണ്ടേ എന്നൊക്കെ പറയുന്നത് കൃത്യവിലോപമാണ്. അവിടെ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും കഴിഞ്ഞു വരുന്ന ഒരാൾ അങ്ങനെ സംസാരിക്കില്ല. അവനറിയാം എന്റെ കടമയാണ്, ധർമ്മമാണ് എന്നുള്ളത് അവനെ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കും. ആ സംഘം നന്നായി പോവും. എളിമയോടുകൂടി പോവും കാര്യങ്ങളെല്ലാം. ചില ആളുകൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കാറുണ്ട്, ആനക്കാര്യത്തിനിടയ്ക്കാണോ ചേനക്കാര്യവുമായിട്ട് വരുന്നതെന്ന്. സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരായ ഒരാൾ വന്നൊരു അപേക്ഷ വെക്കുകയാണ്, അപേക്ഷ പറയുകയാണ്, എന്റെ പൊന്ന സഹോദര, എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും തന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി കിട്ടാൻ സഹായിക്കണം, അല്ലെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ തീ പിടിച്ച കാര്യവുമായിട്ട് ഇരുന്ന് ചിന്തിക്കുകയാണ്. ആ സമയത്താണ് ഇതുമായിട്ട് വരുന്നതെന്ന് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം നമ്മൾ നമ്മുടെ ആനക്കാര്യമായിട്ട് ചിന്തിക്കുമ്പോ നമ്മളോട് വരുന്നയാൾ അവരുടെ ആനക്കാര്യമായിട്ടാണ് വരുന്നതെന്ന് സംഘടനാ ബോധമുള്ള ആളുകൾ മനസ്സിലാക്കണം.
ഒരു സങ്കടം പറയാൻ വരുന്ന ആളിന് അവരുടെ സങ്കടം ഏറ്റവും വലുതാണ്. അത് കേൾക്കാനും പരിഹരിക്കുവാനും പറ്റുന്ന തരത്തിലുള്ള മറുപടി നമ്മൾ കൊടുത്തു വിട്ടാൽ മതി. പക്ഷെ അവിടെ ദേഷ്യപ്പെടുകയോ അവിടെ അത് ഉൾക്കൊള്ളാനിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും യോജിച്ചവരല്ല സംഘടനയ്ക്കെന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോ നമ്മുടെ പഠന കേന്ദ്രം എന്നത് ഒരു സംഘടനയിൽ എങ്ങനെ പ്രവർത്തിക്കണം. സംഘടന എന്ന് പറയുന്നത് SNDPO മാത്രമല്ല, നമ്മുടെ വീട് ഒരു സംഘടനയാണ്. അച്ഛൻ പ്രസിഡന്റാണ്, അമ്മ സെക്രട്ടറിയാണ്, മക്കളൊക്കെ കമ്മിറ്റി അംഗങ്ങളാണെന്ന് വിചാരിച്ചു നോക്കൂ. പ്രസിഡന്റ് പറയുന്നത് കേൾക്കാതെ നടക്കുന്ന സെക്രട്ടറി ആണെങ്കിലോ, സെക്രട്ടറി പ്രസിഡന്റിനെ വകവെക്കുന്നില്ലെങ്കിലോ, ഇനി ഇവർ രണ്ടുപേരും പറയുന്നത് കമ്മിറ്റി അംഗങ്ങൾ കേൾക്കുന്നില്ലെങ്കിലോ, വീടെന്ന സംഘടന എങ്ങനെയാവും? അപ്പൊ സംഘടനയെ ഗുരു ഉദ്ദേശിച്ചത് SNDPO മാത്രമല്ല, നമ്മൾ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ മാത്രമല്ല, നമ്മുടെ വീടും അതുപോലെ സംഘടനാപരമായി അച്ചടക്കമുണ്ടായിരിക്കണം. അതാണ് ഗുരു നമ്മളോട് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് ആത്മീയ പഠനത്തോടൊപ്പം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കൂടിയാണ് ഈ ക്ലാസ്. നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് മാറ്റമുണ്ടാവും. നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് മാറ്റമുണ്ടാതെ അത് കുടുംബത്തിൽ അതിന്റെ തിളക്കം ആദ്യമുണ്ടാവും, സമൂഹത്തിൽ പിന്നെ ഉണ്ടാവും, സംഘടനയിൽ നിങ്ങൾ ചുമതല ഏറ്റു കഴിയുമ്പോൾ അവിടെ അതിന്റെ പരിവർത്തനമുണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ എന്റെ ദൈവമേ, എനിക്ക് ഇച്ചിരി മീനില്ലാതെ കഴിക്കാൻ പറ്റുകയില്ലല്ലോ. ഇത്തിരി മീനുണ്ടായിരുന്നെങ്കിൽ ഊണ് വേറെ കറി ഒന്നും വേണ്ട. ഇതെങ്ങാനും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നൊക്കെ പോകേണ്ടി വരുമോ? വൈകുന്നേരം വൈകുന്നേരം ശകലം ഒന്ന് മിനുങ്ങുന്ന ആളാണെങ്കിലും ഇറച്ചി മീനൊക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. ഇപ്പം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോയാൽ മതി. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും നാളെ സന്യാസിമാരാകാൻ പോകുന്നില്ല, ഞാൻ ഉൾപ്പെടെ. നമ്മൾ ഗൃഹസ്ഥരാണ്. ആ ഗൃഹസ്ഥർക്ക് യോജിച്ച രീതിയിൽ നിങ്ങളെ പാകപ്പെടുത്തുക. അതുകൊണ്ട് പഠനകേന്ദ്രത്തിൽ പോയി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ മീൻ കൂട്ടുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നത് കണ്ടാൽ ആളുകൾ നിങ്ങളെ കളിയാക്കുമോ എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് വേണ്ട. ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉള്ളതിന്റെ നല്ലതെടുത്ത് പോകുക, അതാണ് നമ്മൾ പരിശീലിക്കുന്നത്. മയക്കുമരുന്നിന് എതിരെ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. മയക്കുമരുന്ന് ലോകാവസാനം വരെ കാണും. അതിനെതിരെ പ്രവചിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ബോധമുണ്ടാവണം. ഏതാണ് നല്ലത്, ഏതാണ് എനിക്ക് വേണ്ടാത്തത് എന്ന ചിന്ത ഇവന്റെ തലച്ചോറിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മോശമായതിലേക്ക് പോകാനുള്ള ആ ഒരു വ്യഗ്രത കുറയ്ക്കാൻ പറ്റും. മയക്കുമരുന്ന് പലതരത്തിൽ, ഏത് തരത്തിലാന്ന് പറയാൻ പറ്റില്ല, വരും. അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ ഏത് തരത്തിലാണ് നമുക്ക് തിരിച്ചറിയില്ല. പെട്ട് കഴിയുമ്പോഴേ അറിയുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും മയക്കുമരുന്ന് ഇവിടെ പലതരത്തിൽ, ഇപ്പൊ MDMA എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നാളെ അത് വേറൊരു പേരിലൂടെ വരും. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഒരു സർക്കാരിനെ കൊണ്ട് ഒരു ഭരണഘടനയിലും ഭരണ രീതിയിലും ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടിട്ട് എനിക്ക് വേണ്ടതാണോ ഇത്, എനിക്ക് വേണ്ടാത്തതല്ലേ ഇത് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. മത്സ്യമാംസാദിയുടെ കാര്യത്തിലും അത് തന്നെയാണ്. എനിക്ക് വേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളത് കഴിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ക്ഷീണമുണ്ടാവും. സ്ഥിരമായി ആ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഇതൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ പച്ചക്കറിയിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാവും. പിന്നെ നിങ്ങൾ എങ്ങനെ ക്ലാസ്സിൽ വന്നിരിക്കും? പിന്നെ എങ്ങനെ നിങ്ങൾ പഠിക്കും? അതുകൊണ്ട് ഇപ്പൊ ദിനചര്യകൾ എങ്ങനെയാണോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വരാം, ക്ലാസ്സിൽ വന്ന് പഠിക്കാം. ശുദ്ധീകരണം ഉണ്ടായിക്കോളും. സഹോദരൻ അയ്യപ്പനെ സംഭവിച്ച പോലെ, TK മാധവനെ സംഭവിച്ച പോലെ ഒരു പരിവർത്തനം നിങ്ങളുടെ ഉള്ളിൽ ഗുരു വരുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തിന്റെ പ്രത്യേകതയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാറ്റമുണ്ടാവും. നിങ്ങളെ ആരും ഇതുപോലെയുള്ള ഭക്ഷണ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി എന്താണെന്നോ ഒന്നും തപ്പാനും തിരക്കാനും വരില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെ ഈ ഭൂമിയിലേക്ക് വരാൻ, നമ്മൾ ഈ ഭൂമിയിൽ ഇന്നിപ്പോ ഇവിടെ വന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കസേരകൾ മനോഹര വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കായി തീരാൻ രണ്ട് പേർ ചേർന്നാണ് അതിനിടയാക്കിയത്, നമ്മുടെ അച്ഛനും അമ്മയും.
അവരെ എത്രമാത്രം നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയുമോ, അവർക്ക് എത്രമാത്രം സർവീസ്, അവർക്ക് എത്രമാത്രം ശുശ്രൂഷ കൊടുക്കാൻ പറ്റുമോ, അത് നിങ്ങൾ ഒട്ടും കുറവ് വരുത്താൻ പാടില്ല. അത് നിങ്ങൾ കൊണ്ട് പറ്റുന്നത് എത്ര ചെയ്താലും അമ്മയോടും അച്ഛനോടുമുള്ള ആ ഒരു നന്ദി അല്ലെങ്കിൽ കടമ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അത്രത്തോളം അവർ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ നന്നാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികൾ അച്ഛനും അമ്മയും മാത്രമാണ്. സഹോദരങ്ങൾ പറയുവോ? മറ്റുള്ളവർ നമ്മളോട് നന്നാവണമെന്ന് ആഗ്രഹിക്കുമോ? രണ്ട് പേർ, മാതാപിതാക്കൾ മാത്രമാണ് നമ്മൾ നന്നാവണം, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് അമ്മയച്ഛനും മാത്രമാണ്. അതുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ മിതമായ ഭാഷ ഉപയോഗിക്കണം. തള്ളയെന്നോ അപ്പനെന്നോ ഒക്കെ ഉള്ള വിളി നമ്മൾ മാറ്റണം. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മയൊന്ന് ബഹുമാനപൂർവ്വം അമ്മയെന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതി, അമ്മയ്ക്ക് നിറയും. നമ്മൾ കയറി ചെല്ലുന്ന വഴി അമ്മയെ പരിഗണിക്കാതെ നോക്കാതെ നമ്മുടെ മുറിയിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ അമ്മയുടെ മനസ്സ് വിങ്ങുന്നുണ്ടാവും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ശ്രീനാരായണ ധർമ്മം. ശ്രീനാരായണ ധർമ്മത്തെ പഠിക്കുമ്പോ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കിക്കൊണ്ട്, മാതാപിതാക്കളുടെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആളുകൾക്ക് ചേർന്നതല്ല ശ്രീനാരായണ ധർമ്മം. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതെ 1-ാം തീയതി ശബരിമലയ്ക്ക് പോയിട്ടോ ഗുരുവായൂർ പോയിട്ടോ ഉരുണ്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. മാതാപിതാക്കൾ നമുക്കിന്ന് ഭൂമിയിലേക്ക് നമ്മൾ വരാനും നമ്മുടെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ കളരിയാണ് നമ്മുടെ അമ്മ. ആ അമ്മയെ നിങ്ങൾ എത്രമാത്രം ധിക്കരിക്കുന്നുണ്ടോ, മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ജീവിതത്തിൽ നിങ്ങൾക്ക് കുറവ് വരും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. ഞാനിത് പറഞ്ഞതായിട്ട് നിങ്ങൾ എങ്ങും പറയണ്ട. നിങ്ങൾ ചെയ്താൽ മതി. വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് ഒരു വയ്യാതിരിക്കുന്ന അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ കുഴമ്പ് തീർന്നോ അല്ലെങ്കിൽ ഗുളിക തീർന്നോ എന്നൊക്കെ ചോദിക്കണം. ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷം. ഇരിപ്പുണ്ട് മോനെ എന്ന് പറയും. അങ്ങനെ അമ്മയെ കൊടുത്ത് സന്തോഷിപ്പിക്കണം, സ്നേഹിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് ഇടയാക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളുണ്ടെങ്കിൽ ഇളയ സഹോദരനായിരിക്കും മിക്കവാറും കുടുംബത്തിന്റെ ചുമതല. അമ്മയും അച്ഛനെയും നോക്കേണ്ടതിന്റെ ചുമതല ഈ ഇളയ ആളിനായിരിക്കും. മൂത്തയാള് അമ്മയെ കാണാൻ ചെല്ലുമ്പോ, ആര് താമസിക്കാണ് മൂത്തയാള്, കാണാൻ ചെല്ലുമ്പോ പോരാൻ നേരത്ത് അമ്മയുടെ തലയിനക്കടിയിലല്ല വെച്ചേച്ച് പോരേണ്ടത്. അനിയനെ വിളിച്ചിട്ട്, എടാ നീ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും അറിയാം, എനിക്ക് നേരെയില്ലെന്ന് അറിയാലോ, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ വെച്ച് ആ അനിയന്റെ കയ്യിലേക്ക് നമ്മുടെ ഒരു ചെറിയ സംഭാവന അല്ല, ആ തുക അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അവന്റെ കൊടുക്കണം. ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പണത്തിന് മൂല്യമുണ്ടാകുന്നത്. അമ്മയുടെ തലേണക്കടി വെക്കുമ്പോൾ അമ്മ മാത്രമേ കാണുന്നുള്ളൂ, അല്ല അമ്മ കാണുന്നുണ്ടോ എന്നറിയാം. അതേസമയത്ത് അമ്മയെ ശുശ്രൂഷിക്കുന്ന, അമ്മയുടെ മൂത്രമെടുക്കുന്ന, അമ്മയുടെ മലമെടുക്കുന്ന, അമ്മയെ ശുശ്രൂഷിച്ച് മരുന്ന് വാങ്ങിക്കൊടുക്കുന്ന അനിയൻ അവിടെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇടാ നീ വിഷമിക്കണ്ട, എന്തെങ്കിലും പോലെയൊക്കെ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞ് സഹായിക്കുമ്പോഴാണ് ശ്രീനാരായണ ധർമ്മം എന്നത് നാം തിരിച്ചറിയുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിനി സംസാരിക്കാനുണ്ട്. ഈ വഴിയെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഈ ക്ലാസ് നടത്താൻ സന്തോഷമേ ഉള്ളൂ. ഒരു വർഷക്കാലമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ ഒരു വർഷക്കാലം 12 മാസം 24 ഞായറാഴ്ചകൾ മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ യൂണിയൻ ഓഫീസിലേക്ക് വരണം. ഈ 24 ക്ലാസുകൾ 2ാമത്തെയും 4ാമത്തെയും ഞായറാഴ്ചകൾ നിങ്ങൾ ക്ലാസ്സിന് വേണ്ടി ഇന്ന് മുതൽ മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ സാറേ എനിക്ക് അവിടെ ഗസ്റ്റ് ഉണ്ട്, അവിടെ കല്യാണ നിശ്ചയമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓരോ ക്ലാസ്സും ഓരോ സെഗ്മെന്റ് ആണ്. എങ്ങനെ പഠിക്കാൻ പറ്റും? കല്യാണ നിശ്ചയത്തിന് പോയാൽ നമ്മുടെ പണി എന്താ? കല്യാണ നിശ്ചയത്തിന് നമ്മൾ വിളിക്കുന്നു, ചെല്ലുന്നു. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? അതല്ലേ ഉള്ളൂ. അതെപ്പോഴാണെങ്കിലും നിർവഹിച്ചു കൊടുത്താൽ പോരെ.
അപ്പൊ അതുകൊണ്ട് ക്രമപ്പെടുത്തുക. ഞാൻ ശ്രീനാരായണ ധർമ്മത്തെ അറിയുവാനായിട്ട് ചേർന്നിരിക്കുകയാണ്. ഇതൊരു നിയോഗമാണ്. ആ നിയോഗത്തെ ഈ ഒരു വർഷക്കാലത്തെ അടിസ്ഥാന ക്ലാസ് ബേസിക് കോഴ്സ് മാത്രമാണ്. അത് മനസ്സിലാക്കാൻ എനിക്ക് ഭഗവാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തരണം. വീട്ടിൽ മറ്റ് അസൗകര്യങ്ങൾ ഉണ്ടായാലും നമുക്ക് പോകാൻ പറ്റില്ല, ആശുപത്രി കേസ് വന്നു അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ വന്നു ഒക്കെ വരുമ്പോൾ നമ്മള് ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരാതിരിക്കാൻ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന ഭഗവാനോട് വേണം. ഭഗവാനെ, ഞാൻ ക്ലാസ്സിൽ ചേർന്നിരിക്കുകയാണ്, ഭഗവാൻ അറിയാമല്ലോ, അത് തുടർച്ചയായി പങ്കെടുക്കാൻ എന്നെ കൊണ്ട് ഭഗവാൻ ഇടയാക്കണം. സാമ്പത്തിക കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇവിടെ വരുന്നില്ല. ഇപ്പോ നമുക്ക് ആദ്യത്തെ ഇനീഷ്യൽ പേയ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഇതുമായി പണം സംബന്ധമായിട്ടുള്ള മറ്റ് ഇടപാടുകളൊന്നുമില്ല. ഒളിച്ചു വെച്ച് ഹിഡൻ ആയിട്ടുള്ള ഒരു പിരിവുമില്ല. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ പഠനയാത്രകളുണ്ട്. പഠനയാത്രകൾക്ക് അതിന്റെ കമ്മിറ്റി തീരുമാനിക്കും. ഇപ്പോൾ അതിനൊരു കമ്മിറ്റിയുണ്ട്. കമ്മിറ്റി തീരുമാനിച്ചിട്ട് എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നതിനുള്ള ബസ് ചാർജ് എത്രയാന്ന് നോക്കി, ഭക്ഷണത്തിന്റെ ചെലവ് നോക്കിയിട്ട് കണക്ക് കൂട്ടിയിട്ട് ഒരു തുക പറയും. ആ തുക ആ സമയത്ത് നിങ്ങൾ കൊടുത്താൽ മതി. ആ സമയത്ത് കൊടുത്താൽ മതി. അതിന്റെ വൃത്തിയായിട്ടുള്ള കണക്ക്, കൃത്യമായിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടുകയും ചെയ്യും. മിച്ചമുള്ള പൈസ തിരിച്ചു കൊടുക്കുകയാണ് ഇവിടുത്തെ പതിവ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 205 രൂപയൊക്കെ തിരിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പണമിടപാടുകൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, 24-ാം തീയതി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. 10 കഴിഞ്ഞാൽ പിന്നെ 24 നാലാമത്തെ ഞായറാഴ്ചയാണ്. 31-ാം തീയതി നമ്മുടെ പഠന കേന്ദ്രത്തിന്റെ ഓണാഘോഷമാണ്. പുതിയ ബാച്ചിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നവരുടെ അറിയിലേക്ക് പറയുകയാണ്. 31-ാം തീയതി ഞായറാഴ്ചയാണ്. രാവിലെ യൂണിയൻ ഓഫീസിൽ വെച്ചാണ് ഓണാഘോഷം. താഴെ അതിന്റെ ഗെയിംസും കലാപരിപാടികള്, കായിക മത്സരങ്ങളൊക്കെ ഉണ്ടാവും. മുകളിൽ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു സൗഹൃദ കൂട്ടായ്മയായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം 10-ാം തീയതി വരുമ്പോൾ അതിന്റെ ആസൂത്രണം നടത്തുന്ന ആളുകൾ നിങ്ങളോട് വിശദീകരിക്കും. അപ്പോൾ അതിനൊരു ചെറിയ കോൺട്രിബ്യൂഷൻ വേണ്ടി വരും. കാരണം അത് പെട്ടെന്നാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നാണല്ലോ എന്നൊരു തോന്നലുണ്ടാകും. കാരണം ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. 31-ാം തീയതി നമ്മൾ നടത്തിയില്ലെങ്കിൽ 5-ാം തീയതി സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് ഓണമാണ്. അപ്പൊ അതിനു മുമ്പ് യൂണിയന്റെ സൗകര്യവും അവരുടെ പെർമിഷനും ഒക്കെ കൂടിയാണ് ആ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 31-ാം തീയതി നിങ്ങൾക്ക് പരിപാടികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്രമീകരിക്കണം എന്നറിയിക്കുന്നു. അതായത് ഈ മാസം 10-ാം തീയതിയും 24-ാം തീയതിയും ക്ലാസ് ഉണ്ട്. 31-ാം തീയതി ഓണാഘോഷവുമുണ്ട്. അതുപോലെ സെപ്റ്റംബർ 5-ാം തീയതി തിരുവോണമാണ്. 7-ാം തീയതി ഞായറാഴ്ച തിരുചതയമാണ്. 21-ാം തീയതി മഹാസമാധിയാണ്. ഇപ്രാവശ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തിരുചതയവും മഹാസമാധിയും ഞായറാഴ്ചയാണ്. അത് ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അവധി തന്നെയാണ്. എങ്കിൽ പോലും ഞായറാഴ്ചയായി തന്നിട്ടുള്ളത് ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞായറാഴ്ച ഒരു അവധി പോയല്ലോ. അപ്പൊ എന്തായാലും ഇതെല്ലാം നിങ്ങളുടെ കലണ്ടർ ഇയർ, ഒരു വർഷത്തെ കലണ്ടറിൽ വരേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും പറയാറുണ്ട്, ഞാന് ശ്രീനാരായണ ഭക്തനാണ്, ചതയത്തിന് പോയി പായസം കുടിക്കും, മഹാസമാധിക്ക് പോയി ചോറുന്നു. ഗുരുഭക്തന്റെ ലക്ഷണം അതാണോ? അല്ല. ശ്രീനാരായണ ഗുരുദേവ ഭക്തരാണെങ്കിൽ നാം നമ്മുടെ ശാഖയിലാവുന്ന സേവനങ്ങൾ ചെയ്യണം. അവിടെ സെക്രട്ടറിയെ മറികടക്കാനല്ല, സെക്രട്ടറിയെ ഭരിക്കാനല്ല നമ്മളിവിടെ പഠനം നടത്തുന്നത്. അവർക്കറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ധർമ്മപഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. പല സെക്രട്ടറിമാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അവരെ ഇതൊന്നും അല്ലല്ലോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ, നിങ്ങൾ യൂണിയനിൽ നിന്ന് പഠിച്ചു വന്നതാണ് എന്നും പറഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് അവിടെ പോയി ആളാകരുത്. ഞാൻ പഠിച്ചിട്ടുണ്ട്, 1 വർഷം പഠിച്ചതാണെന്നും പറഞ്ഞ് വെല്ലുവിളിക്കരുത്. ശാഖാ സെക്രട്ടറി പാവം അവർ നടത്തിക്കോട്ടെ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് വെള്ളം കോരി കൊടുക്കുകയോ പാത്രം കഴുകി വെക്കുകയോ കസേര ഇട്ട് കൊടുക്കുകയോ തൂത്ത് കിടക്കുകയോ ഒക്കെ ചെയ്യുക.
അപ്പോൾ ഇനി ഇവിടെ പുതിയ പഠിതാക്കളും അപ്രകാരം വേണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഏറെ സന്തോഷം. ഞാൻ 12:10 12:30 നമുക്ക് നിർത്തേണ്ടതുള്ള 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ഉപസംഹരിക്കുകയാണ് നമ്മുടെ വാചകങ്ങൾ. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തൃപ്തികരമെങ്കിൽ മാത്രം പൈസ അടച്ചാൽ മതി. അടച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുകയില്ല. കേട്ടല്ലോ? ഇനി അടച്ചവർക്ക് എന്റെ പൊന്ന് ഇതിനും ട്രെയിൻ അടി കൈ തലവെച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ളവർക്ക് പൈസ തിരിച്ചു തരും. പേടിക്കണ്ട. ഇന്ന് അടച്ചല്ലേ ഉള്ളൂ, രസീത് എഴുതിയിട്ടില്ല. അപ്പൊ പഠനകേന്ദ്രം എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്. നിങ്ങൾ ഇതിന് കൊടുക്കുന്ന ഗൗരവമാണ് പഠനകേന്ദ്രത്തിന്റെ പ്രവർത്തനവും അതിന്റെ പുരോഗതിയും. അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഭഗവാൻ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ കരുതലും തരട്ടെ. വീട്ടിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ, നിറയട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ കാണുന്ന ഈ അറേഞ്ച്മെന്റുകളെല്ലാം എന്റെ പിള്ളേർ ചെയ്യുക. ഇന്നലെയും ഇന്നുമായി വളരെ നേരത്തെ അവരുന്നു. 7 മണിക്ക് മുമ്പ് ഇവിടെ വന്നവരുണ്ട് ഭക്ഷണം കഴിക്കാതെ. അവർ ഈ പഠനകേന്ദ്രത്തിന്റെ പില്ലറുകളാണ്, തൂണുകളാണ്. അവരുടെ മേലാണ് ഈ പഠനകേന്ദ്രം നിലനിൽക്കുന്നത്. അവരെ മറന്നുകൊണ്ടൊന്നുമില്ല. സീനിയർ പഠിതാക്കളായിട്ടുള്ള ആളുകൾക്ക് അതുപോലെ 14ാം ബാച്ചിന്റെ പഠിതാക്കളും വന്ന് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. നല്ലൊരു കയ്യടി നമ്മുടെ സീനിയർ പഠിതാക്കൾക്ക് കൊടുക്കാം. നാളുകളിൽ ഈ കൈയടിച്ച് ഇപ്പൊ ഇരിക്കുന്ന പുതിയ പഠിതാക്കൾ ഈ പറയുന്ന വിശേഷങ്ങൾക്ക് ഇടയാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതുപോലെ ഈ വിനു, നമുക്ക് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന വിനു, ഈ നാഗമ്പടം ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നാഗമ്പടത്തെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ ഇന്നലെയും അദ്ദേഹം അതിന്റെ അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തു. ഇന്നും സ്വസ്ഥം സമാധാനപരമായി ഒരു ബഹളവുമില്ലാതെ ആ മൈക്ക്, ഇത് സമിതി, ഇവിടെ മാറാട്ട് സമിതി സമർപ്പിച്ച മൈക്കാണ്. അദ്ദേഹമാണ് അതിന്റെ ഉത്തരവാദിത്തമായിട്ട് ഇപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പറഞ്ഞപ്പോൾ കഴിഞ്ഞ 27-ാം തീയതി പറഞ്ഞിരുന്നു, അത് മാറ്റി ഇന്നത്തേക്ക് മാറ്റിയപ്പോഴും വളരെ സ്നേഹത്തോടെ സൗമ്യനത്തോടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ച പ്രിയപ്പെട്ട ബിനുവിന് ഏറെ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട നിങ്ങളോട് ഈ വാക്കുകൾ കേട്ട് ശ്രദ്ധയോടെ കേട്ട നിങ്ങളോട് എന്റെ വാത്സല്യം അറിയിച്ചൊന്ന് നിർത്തട്ടെ. നമസ്തേ. സാർ